എൻ്റെ പേര് ശൈലജ. ഞാൻ മലയൻകീഴിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാക്ഷി പറയുന്ന എൻ്റെ മകന് വേണ്ടിയാണ്. അവന് ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പായി ഒരു ദിവസം സ്കൂളിൽ പോയ സമയത്ത് തലകറങ്ങി വീഴുകയുണ്ടായി. അതിനുശേഷം അവന് ഭയങ്കര ഭയവുമാണ്, എപ്പോഴും പേടിയാവുന്നു എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ആ വിവരം ഞങ്ങളിവിടെ വ്യാഴാഴ്ച ആരാധനയ്ക്കൊന്നപ്പം ബ്രദറിൻ്റെ അടുത്ത് പറയുകയും ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ദൈവം എല്ലാവിധ പേടിയിൽ നിന്നും എല്ലാവിധ ബുദ്ധികളിൽ നിന്നും ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ യാതൊരു പേടിയോ യാതൊരു ഭയമോ ഒന്നുമില്ലാതെ ദൈവം വഴി നടത്തുന്നു. യാതൊരു രോഗങ്ങളൊന്നും വരുത്താതെ ദൈവം കാത്തുകൊള്ളുന്നു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എസ്രാ ശാസ്ത്രി ദൈവത്തിൻ്റെ ന്യായപ്രമാണം എടുത്ത് വായിച്ചപ്പോൾ ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് നിലവിളിച്ച് എസ്രാ ശാസ്ത്രി ഓരോ വചനവും വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കേട്ട ജനം ഉള്ളു തുറന്ന് കരഞ്ഞ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നെഗേമ്യ 8:9. നമ്മുടെ ഉള്ളുകൾ ഇന്ന് തുറക്കപ്പെടുന്ന ദിവസമാണ്. അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. ആമേൻ. മഹാബലവാൻ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 20:7, ഐസ 41:8, യാക്കോബ് ലേഖനം 2:23 3 പ്രാവശ്യം വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ഇവൻ എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്ന ആബ്രഹാമിനെ കുറിച്ച് പൗലപ്പോസ്തലൻ റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-20 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവൻ ബലഹീനൻ, ഇവന്റെ ശരീരം നിർജീവം, വയസ്സ് 100, മക്കളില്ല, മലടൻ, ഇവന്റെ നാടി നരമ്പുകൾ നിർജീവം, ഒരു കുഞ്ഞിനെ താങ്ങി പ്രസവിപ്പാൻ ഭാര്യ സാറയ്ക്ക് വയസ്സ് ഇന്ന് 90. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അമ്മയുടെ ഗർഭമും നിർജീവം. വീക്ക് ബലഹീനൻ. ആബ്രഹാം ബലഹീനൻ. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ ആബ്രഹാം ഇന്ന് അറബ് ജനം, മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്തീയ ജനം ഇന്ന് ഭൂമിയിൽ കാണുന്ന 4/3 ജനസംഖ്യ, അറബ്, മുസ്ലിം, യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, ഈ 4 വർഗത്തിൽപ്പെട്ട ആളുകളും ഭൂമിയിലെ 4/3 പോപ്പുലേഷൻ, ഇവർ എല്ലാവരും ആബ്രഹാമിന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന ഇബ്രാഹിം ഞങ്ങളുടെ അപ്പൻ. അറബ് ജനം, മുസ്ലിം ജനം ഇബ്രാഹിം. യഹൂദന്മാർ പറയുന്ന അല്ല, ഇത് ആബ്രാം, ഇത് ഞങ്ങളുടെ അപ്പൻ. ക്രിസ്ത്യാനികൾ പറയുന്നു ഇത് ആബ്രഹാം, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാ. മക്കൾ 100 വയസ്സ് വരെ മക്കൾ ഇല്ലാതിരുന്ന മലടന് ഭൂമിയിലെ 4/3 ജനസംഖ്യ ഇന്ന് വിളിക്കുന്നത് ഇവൻ ഞങ്ങളുടെ അപ്പനെന്നാണ്. ബലഹീനന് ബലം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. എന്ത് പ്രശ്നമോ എൻ്റെ ദൈവത്താൽ കഴിയും. ആമേൻ, ആമേൻ. ചില നാളുകൾക്ക് മുമ്പ് മലയൻകീഴിൽ നിന്ന് ഒരു അമ്മയും മകളും അവിടെ സഹോദരിയും ഇവിടെ പ്രയർ ഹാളിൽ വന്ന്
ആ കുട്ടിക്ക് അവരുടെ മകളിന് ഒരു അഡ്മിഷൻ, ഒരു നേഴ്സിംഗ് കോഴ്സിൻ്റെ അഡ്മിഷന് വാങ്ങിത്തരാമെന്ന് വാക്തത്വം പറഞ്ഞ് മുൻപിൻ പരിചയമില്ലാത്ത ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് 2-3 ആളുകൾ ഇവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ അപ്പനും അമ്മയും വീട്ടിലില്ല. ഈ കുട്ടി അഡ്മിഷൻ കിട്ടുമല്ലോ എന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെയും മുൻപിൻ പരിചയമേ ഇല്ലാത്ത ആന്ധ്ര നിവാസികളുടെ കയ്യിലെടുത്ത് അവർ സ്ഥലം വിട്ട് മുങ്ങി. പിന്നെ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പനും അമ്മയും വീട്ടിൽ വന്നപ്പോഴാ കാര്യം മനസ്സിലാക്കുന്നത്. വീട് ഒരു മരണത്തിൻ്റെ അവസ്ഥ. അപ്പോഴാണ് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്ത് നെയ്യാറ്റിൻകര പ്രാർത്ഥനാ കൂട്ടായ്മയെക്കുറിച്ച്. അത് ഒരു ഞായറാഴ്ച ദിവസം അമ്മയും മകളും അവരുടെ ആൻറ്റിയും നിലവിളിയോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഐസയ 65:24 നീ നിലവിളിക്കും മുമ്പ് നിനക്ക് മറുപടി തരുന്ന ദൈവം. ആമേൻ. അവരുടെ പിരിമുറുക്കം, അവരുടെ കയ്പ്, അവരുടെ നിലവിളി, അവർ കൊണ്ടുവന്ന ദുഃഖം, അതുപോലെ അറിയുന്ന ഒരു ജീവനുള്ള ദൈവം സ്വർഗത്തിലുണ്ട്. സുന്ദർ സിംഗ് പ്രാർത്ഥന തുടങ്ങും മുമ്പ് ആന്തരികയിൽ ഉണ്ടായിരുന്ന ആ വ്യക്തികളുടെ ഉള്ളിൽ ദൈവം ഭീതിയും ഭയവും വെച്ച് അതേ സെക്കൻഡിൽ ആളുകൾ ഈ കുട്ടിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓടിപ്പോയി കൊറിയർ ചെയ്ത് ഇവിടെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളു. ആ സെക്കൻഡിൽ ആന്തരികയിൽ ദൈവം പ്രവർത്തിച്ച് ആ കള്ളന്മാരുടെ ഉള്ളിൽ ഭയം കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ആ സെക്കൻഡിൽ കൊറിയർ ചെയ്ത് ബുധനാഴ്ച ഈ കുട്ടിക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും മടക്കി ലഭിച്ചു. ആമേൻ. ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ആമേൻ. നിന്നെ കൈവഴിയുമോ, നിന്നെ പുറന്തള്ളുമോ, നിന്നെ ഉപേക്ഷിക്കുമോ? അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12:10. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം ബലം ഇല്ലാത്തവന് ബലം നൽകുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. നാം 2 കാര്യങ്ങൾ മാത്രം ആഴമായി ധ്യാനിച്ചു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. ഒന്ന്, വാർദ്ധക്യത്തിലെ ക്ഷീണം. 2, ദൈവവേല നിമിത്തം അല്ലെങ്കിൽ നീതി നിമിത്തം ബലഹീനത. ഈ 2 കാര്യങ്ങളിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇറങ്ങി വന്ന് മർമ്മങ്ങൾ വെളിപ്പെടുത്തും, നമ്മോട് സംസാരിക്കും. നാം ഓരോ ആളുകളെയും കർത്താവ് ഇന്ന് തൊടും. ആമേൻ. നമ്പർ 1, സങ്കീർത്തനം 71:9. സങ്കീർത്തനം 71:9. വാർദ്ധക്യകാലത്ത് ദൈവമേ നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. ആമേൻ. വാർദ്ധക്യത്തിൽ ക്ഷീണം അല്ലെങ്കിൽ ബലഹീനത. ആദാമിന് ദൈവം അനുവദിച്ച ആയുസ് 930 ആണ്ടുകൾ. 10 തലമുറയ്ക്ക് ശേഷം ജീവിച്ചിരുന്ന നീതിമാൻ നോഹയ്ക്ക് ദൈവം അനുവദിച്ച ആയുസ് 950 ആണ്ടുകൾ.
നോഹ അപ്പച്ചൻ്റെ മകന് മെത്തുസല ദൈവം അനുവദിച്ച ആയുസ് 1,000,000 ആണ്ടുകൾക്ക് വെറും 31 ആണ്ടുകൾ കുറവ്, 969 ആയുസുകൾ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ ദീർഘായുസോട് ജീവിച്ച മനുഷ്യന്റെ കയ്യിരിപ്പും ദുഷ്ടതയും വർദ്ധിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൽ God in heaven cuts out the age. ആയുസ്സിനെ വെട്ടി ചുരുക്കി കുറച്ച് വെറും 120 കൊടുത്ത് മനുഷ്യന്റെ ദുഷ്ടത മുഖാന്തരം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മോശയുടെ കാലത്തോ, മോശ എഴുതിയ സങ്കീർത്തനം 90-ൽ മോശ എഴുതുന്നു, മോശയുടെ കാലത്ത് അത് വെറും 70-80 മനുഷ്യന്റെ ആയുസ് ചുരുങ്ങി. റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അടിയൻ മുഖാന്തരം അസാധാരണ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു എങ്കിലും എൻ്റെ ശരീരത്തിൽ ഒരു മരണനാറ്റം. ആമേൻ. ഞാൻ മരണത്തിന് അധീനൻ. ഓ, ഐ ആം എ റെച്ചഡ് മാൻ. ഞാൻ ബലഹീനൻ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാം വചനത്തിൽ, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ മരണ ശരീരത്തിൽ നിന്ന് എന്നെ മോചിക്കുന്നവൻ ആർ? മരണശരീരം. യോബ് അല്പം ആഴമായി യോബുവിൻ പുസ്തകം 14-ാം അധ്യായം 5-ാം വചനത്തിൽ എഴുതുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലംഘിച്ചു കൂടാത്ത ഒരു അതിര് ദൈവം വച്ചിരിക്കുന്ന ഒരു അതിര്, മരണവേലി. He cannot cross. A man cannot cross the death boundary. ഓരോ മനുഷ്യന്റെ മുമ്പിലും അവന് മരണം മണക്കുന്ന ഒരു വേലി, ഒരു അതിര് ദൈവം വച്ചിരിക്കുന്ന. അതാണ് ഒരു മനുഷ്യന്റെ ആയുസ് കാലത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന. അവൻ്റെ ആയുസ് ഒരു നിഴൽ പോലെ. ആമേൻ. യാക്കോബ് ലേഖകൻ എഴുതുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് ഒരു വായു പോലെ, ഒരു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ, ഒരു മനുഷ്യന്റെ ആയുസ് പുല്ലിൽ പൂത്തു നിൽക്കുന്ന ഒരു പൂ പോലെ, ഒരു നിരന്തരവുമില്ല. ഈ പറഞ്ഞ വചനങ്ങൾ ഒക്കെയും സങ്കീർത്തനം 39:6 യാക്കോബ് ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ, 1 പത്രോസ് 1-ാം അധ്യായം 24-ാം വചനത്തിൽ, യാക്കോബ് ലേഖനം 1-ാം അധ്യായം 10-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സാധാരണമായി ഒരു മനുഷ്യനോട് ചേർന്ന് നടക്കുന്നത് ആ മനുഷ്യന്റെ നിഴൽ എന്ന് തത്വം സംസാരിക്കുന്ന ആളുകളുണ്ട്. നിഴലല്ല. നിഴൽ പോലും വെളിച്ചം കാണുന്നത് വരെ മാത്രം. വെളിച്ചം കണ്ടാൽ നിഴലെ കാണാൻ കഴിയുകയില്ല. പക്ഷേ എന്ത് വന്നാലും ഓരോ മനുഷ്യനെയും ചേർന്ന് നടക്കുന്ന ഒരു ഘടകം അവന്റെ മരണം. യു cannot separate. അതാണ് എബ്രായ ലേഖനകർത്താവ് എഴുതുന്ന, ഒരിക്കൽ മരണം. ഇറ്റ് ഈസ് ബൗണ്ട്. അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ മരണം. നിഴൽ മാറും. വെളിച്ചം വരുമ്പോൾ നിഴൽ മാറും. പക്ഷെ ഒരു മനുഷ്യന്റെ മരണം അവനെ വിട്ട് മാറുകയില്ല, കൊണ്ടുപോകുന്നത് വരെ. ഇറ്റ് ഈസ് സ്ട്രോങ്.
അയ്യോ പാസ്റ്റർ, ഒരു മുന്നറിയിപ്പില്ലാതെ ഭർത്താവ് മരിച്ചല്ലോ, ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ മക്കൾ മരിച്ചല്ലോ. നോ, ആർക്കും ഒരു മുന്നറിയിപ്പും തരാതെ ആരും ദൈവം കൊണ്ടുപോകത്തില്ല. ഒരു മുടി നരച്ചോ, അതാണ് മുന്നറിയിപ്പ്. ആമേൻ. ഒരു മുടി നരച്ചോ, അതാണ് നിന്റെ മരണത്തിൻ്റെ മുന്നറിയിപ്പ്. കാൽ മുട്ടു വേദനയോ, അതാണ് മരണത്തിൻ്റെ മുന്നറിയിപ്പ്. നടക്കുമ്പോൾ ഹൃദയം കഥയ്ക്കുന്നുവോ, അതാണ് മുന്നറിയിപ്പ്. ആർക്കും ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ മരണം വരികയേയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദുഷ്ടന്റെ മരണം. ദൈവം ദുഃഖിക്കുന്ന നാളാണ് ദുഷ്ടന്റെ മരണം. രണ്ട്, നീതിമാന്റെ അനർത്ഥം. നീതിമാന്റെ അനർത്ഥം ദൈവത്തിന് സഹിച്ചുകൂടാ. ദുഷ്ടന്റെ മരണം എൻ്റെ ദൈവത്തിന് സഹിച്ചുകൂടാ. ആകയാൽ ഈ രണ്ട് കാര്യവും സ്വർഗത്തിലെ ദൈവത്തിന് സഹിച്ചുകൂടായകയാൽ രണ്ട് കാര്യങ്ങൾ ഭൂമിയിൽ മായയായി സംഭവിക്കുന്നു. ഒന്ന്, ദുഷ്ടൻ ദീർഘായുസോടിരിക്കുന്നു. ആമേൻ. ദുഷ്ടൻ ദീർഘായുസോടിരിക്കുകയും, നമ്പർ 1, നീതിമാൻ, ചില നീതിമാന്മാർ പെട്ടെന്ന് മരിക്കുകയും ചെയ്യുന്നു. കാരണം നീതിമാന്റെ ജീവിതത്തിൽ അനർത്ഥം വരുന്നത് ദൈവത്തിന് കണ്ടുകൂടാ, ദൈവത്തിന് സഹിക്കാൻ കഴിയുകയില്ല. ദുഷ്ടൻ മരിച്ചു വീഴുന്നത് ദൈവത്തിന് സഹിക്കാൻ കഴിയുകയില്ല. ഐസയ്യാ പ്രവാചകൻ എഴുതുന്നു 57-ാം അധ്യായം 1-ാം വചനത്തിൽ, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ അവൻ കഴിഞ്ഞു പോകുന്നു. നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഐസയ്യാ 46-10-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മുമ്പേ അറിയാം. ആമേൻ. God declares the end from the beginning. അവസാനം എന്ത് സംഭവിക്കും? നീതിമാന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമോ, അത് കാണുന്ന ദൈവം അനർത്ഥം വരും മുമ്പ് നീതിമാനെ തങ്ങൾ അവൻ വേർതിരിക്കുന്നു. അതാണ് ഐസയ്യാ പ്രവാചകൻ എഴുതുന്നത് 57:1. നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞുപോകുന്നു. അതുകൊണ്ടാണ് ചില നീതിമാന്മാർ പെട്ടെന്ന് മരിക്കുന്നത്. നമ്പർ 1. രണ്ടാമത്, ദുഷ്ടന്റെ മരണത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ദൈവം. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 23-ാം വചനത്തിൽ, എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 11-ാം വചനത്തിൽ, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ ദൈവം അരുളി ചെയ്യുന്നു എനിക്ക് ഇഷ്ടമുള്ളത്. ഇന്ന് അവൻ സുവിശേഷം കേൾക്കും, ഇന്ന് അവൻ രക്ഷപ്പെടും, ഇന്ന് പോയി. നാളെ അവൻ സുവിശേഷം കേൾക്കും, നാളെ രക്ഷപ്പെടും എന്ന് ചില ദുഷ്ടന്മാർക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ, ദൈവം അറിയാതെയല്ല, ദീർഘായുസ് നൽകുന്നത്. ആമേൻ. ഏത് എങ്ങനെയായാലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നിന്റെ അവസാന ശ്വാസം നിന്റെ ശരീരം വിട്ടു പോകുമ്പോൾ നീ കർത്താവിൽ തന്നെ ആയിരിക്കണം. ആമേൻ. സുവിശേഷം കേട്ടിട്ട് നാളേക്കാകാം എന്ന് ഒരു നാളും മാറ്റിവെക്കരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ, വിട്ട് പിരിഞ്ഞ്
ക്രിസ്തുവിനോട് കൂടെ. അതാണ് മരണം. എൻ്റെ ശരീരം വിട്ട്, എൻ്റെ പ്രാണൻ വിട്ട് പിരിഞ്ഞ് അടുത്ത നാളികയിൽ ക്രിസ്തുവിനോട് കൂടെ. അതാണ് മരണം. ആ മരണത്തിൽ പ്രത്യാശ ഉണ്ട്. 1 ദശലോക്യ 4:16 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ഉയർക്കും. ദാറ്റ് ഈസ് അവർ ഹോപ്പ്. ക്രിസ്തുവിൽ നീ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ മരിക്കണം. ക്രിസ്തുവിൽ നീ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുന്നു. അതാണ് പ്രത്യാശ. ചുരുങ്ങിയ നാളിൽ മരിക്കുന്നുവോ, ദീർഘായുസിൽ മരിക്കുന്നുവോ, അതല്ല. മരിക്കുന്ന നാളിൽ നീ കർത്താവിൻ്റെ കരത്തിലായിരിക്കണം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 11 1 മുതൽ 12 വരെ ക്രിസ്തുവിലുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവരെ കുറിച്ചുള്ള ഒരു അസാധാരണ സ്വഭാവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവർ എല്ലാവരും എബ്രായർ 11:13 ഇവർ, ഈ വിശ്വാസ വീരന്മാർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. അതാണ് അനുഗ്രഹം. 110 വയസ്സിൽ മരിച്ച ഭക്തൻ ജോഷുവയെ കുറിച്ച് ജോഷുവ 24:29 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ ദൈവഭക്തനായി മരിച്ചു. ആമേൻ. ഹല്ലേലൂയ. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ മരിക്കുമ്പോൾ ദൈവഭക്തനായി മരിച്ചു. അവരെക്കുറിച്ചാണ് ബൈബിൾ നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. ഐശ 46:4 നീ നരച്ചാലും ദൈവം നിന്നെ ചുമക്കും. ആമേൻ. ഹല്ലേലൂയ. അതാണ് വാർദ്ധക്യത്തിൽ ക്ഷീണമാണോ, നീ നരച്ചാലും നിന്നെ ചുമക്കുന്ന ഒരു ദൈവം. വിട്ടു പിരിഞ്ഞ് എവിടെ പോയോ, നീ ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ പൊന്മുഖം ആ സെക്കൻഡിൽ നീ ദർശിക്കും. ആമേൻ. ഹല്ലേലൂയ.